إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിന്റെ 3 ക്ലാസുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകഴിഞ്ഞു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കുമെന്നും അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നും അവരിൽപ്പെട്ട വിഭാഗക്കാരാണ് വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും സ്വാബീകളും എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഈ 4 വിഭാഗം ആളുകളിൽ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ അല്ലദീന ആമനു അഥവാ വിശ്വസിച്ചിട്ടുള്ളവർ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി പറഞ്ഞ വല്ലദീന ഹാദു അഥവാ യഹൂദിയായവർ, അവർ ബനു ഇസ്രായേലിൽപ്പെട്ട സത്യവിശ്വാസം സ്വീകരിച്ചിരുന്ന അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും അനുസരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച ആളുകളായിരുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി പറഞ്ഞ നസ്വാറാക്കളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച, ഈസാ നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ച ഇഞ്ചീലിൽ വിശ്വസിച്ചിരുന്ന നസ്വാറാക്കൾ അവരും ശരിയായ വിശ്വാസമുള്ള, അതായത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള യഥാർത്ഥ വിശ്വാസികളായിരുന്നു. അവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് ഇവിടെ ഈ ആയത്തിൽ നസ്വാറാക്കൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ് എങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാമിയെ അള്ളാഹു വാനലോകത്തേക്ക് ഉയർത്തിയ ശേഷം ആ മഹാനായ പ്രവാചകന്റെ അനുയായികൾ എന്ന പേരിൽ 2 രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഭൂരിഭാഗം വരുന്ന പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് വാദിച്ചിരുന്ന, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൽപ്പിച്ചിരുന്ന ആളുകളായിരുന്നു എങ്കിൽ, രണ്ടാമത്തേത് ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ശരിയായ ആദർശം മനസ്സിലാക്കി ജീവിച്ച യഥാർത്ഥ സത്യവിശ്വാസികളായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് യഥാർത്ഥ മതം അന്വേഷിച്ചിറങ്ങിയ ഹബീബുൻ നജ്ജാറിനെ പോലെയുള്ള വ്യക്തികൾ, അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച സത്യവിശ്വാസികളായിരുന്നു. അതുപോലെ തന്നെ സയ്യിദ് ബിൻ അംർ, വറഖത്ത് ബിൻ നൗഫൽ, ഇവരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ് സത്യം അന്വേഷിക്കുകയും തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിലനിന്നിരുന്ന പിഴച്ച വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെ ഒരു മഹാനായ പ്രവാചകന്റെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുണ്ടായിരുന്ന മുഴുവൻ സമുദായങ്ങളും ഈ അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസമുള്ളവരായിരുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ 62-ാമത്തെ ആയത്ത്, ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം, അതിന്റെ സബബുൻ നുസൂൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാ, അതുപോലെ ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ, ഇമാം ത്വബരി റഹിമഹുല്ലാ, ഇവരൊക്കെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം സ്വഹീഹായ സനദുകളോടുകൂടി കൃത്യമായ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് അദ്ദേഹം യഥാർത്ഥ മതം ഏതാണ് എന്ന് അന്വേഷിച്ചിറങ്ങിയ ഒരു സത്യാന്വേഷിയായിരുന്നു എന്ന. അങ്ങനെയാണ് അദ്ദേഹം ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആദർശങ്ങൾ പിന്തുടർന്ന നസ്വാറാക്കളിലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന അവർക്കിടയിലെ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടത് എന്നാണ്. പിന്നീട് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, താങ്കളെ ഈ ലോകത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ്
അന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന അങ്ങനെ മരണപ്പെട്ടു പോയ ആ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അതിനുള്ള മറുപടിയായിക്കൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 62-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ നസ്വാറാക്കളോ സ്വാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നസ്വാറാക്കളിൽ എല്ലാവരും വഴിപിഴച്ചവരായിരുന്നില്ല, മറിച്ച് അവരിൽ അള്ളാഹുവിലും പ്രവാചകന്മാരിലും വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന സത്യവിശ്വാസികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 62-ാമത്തെ ആയത്തിൽ നസ്വാറാക്കൾ എന്ന് പറഞ്ഞത്. ആ 4 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമായ നസ്വാറാക്കളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവർ നസ്വാറാക്കൾ എന്ന് വിളിക്കപ്പെട്ടത്? ഈ കാര്യം കൂടി നമ്മൾ ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, നസ്വാറാക്കൾ എന്ന ഈ പേരിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ 2 അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ 2 അഭിപ്രായങ്ങളും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു വളർന്ന പ്രദേശമാണ് നസ്വാറത്ത്. ആ നസ്വാറത്ത് എന്ന പ്രദേശത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, ആ പ്രദേശത്തിനോട് ചേർത്തുകൊണ്ടാണ് നസ്വാറാക്കൾ എന്ന് ഈസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികളെ വിളിക്കാൻ തുടങ്ങിയത് എന്ന. ഫലസ്തീനിലെ ഗലീലിയ തടാകത്തിന്റെ ഏതാണ്ട് തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഈ നസ്രിയ പട്ടണം. അതായത് ഈസാ നബി അലൈഹിസ്സലാമയുടെ സ്വദേശമായ നസ്വാറത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നസ്രായ മതക്കാരെന്നും, അല്ലെങ്കിൽ ഈ പട്ടണം ഉൾക്കൊള്ളുന്ന ഗലീല എന്ന സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ട് ഗലീലക്കാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. ഈ രൂപത്തിലുള്ള നാമങ്ങൾ യേശുക്രിസ്തുവിന്റെ അനുയായികളെ വിളിക്കുവാൻ അന്ന് ഉപയോഗിച്ചിരുന്നതായി ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള ബൈബിളിൽ, ആ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇനി നസ്വാറാക്കൾ എന്ന് അവർ അറിയപ്പെടാൻ കാരണമായി പറയുന്ന 2-ാമത്തെ അഭിപ്രായം, അത് ഈസാ നബി അലൈഹിസ്സലാമിയുടെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഹവാരികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇസ്രായേൽ സന്തതികളെ ക്ഷണിക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു കാര്യം സൂറത്തു സഫിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഖാല ഈസ ഇബ്നു മറിയം മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിങ്കലേക്കുള്ള മാർഗത്തിൽ എന്റെ സഹായികളായി ആരുണ്ട് എന്ന് ഹവാരികളോട് ചോദിച്ചു എന്ന്. ഹവാരികൾ പറയുകയാണ് ആ സമയം, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു എന്ന്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിയുടെ ശിഷ്യന്മാർ പറഞ്ഞ മറുപടി നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു എന്ന മറുപടി അടിസ്ഥാനമാക്കിയാണ് സഹായം എന്ന അർത്ഥത്തിലുള്ള നുസ്രത്ത് എന്ന വാക്കിൽ നിന്നാണ് നസ്വാറാക്കൾ എന്ന പേര് ഉത്ഭവിച്ചത് എന്ന് ഒരു വിഭാഗം തഫ്സീർ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ശരിയായ ആദർശത്തിൽ നിന്നും ബഹുദൂരം അകന്നുപോയ ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ, അവർക്ക് അവരെ നസ്വാറാക്കൾ അഥവാ നസ്രാനികൾ എന്ന് വിളിക്കുന്നത് അത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. മറിച്ച് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യം. യഥാർത്ഥത്തിൽ നസ്വാറാക്കൾ എന്നതിൽ അടങ്ങിയിട്ടുള്ള അർത്ഥവും താല്പര്യവുമല്ല സഹോദരങ്ങളെ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും തെറ്റിപ്പോയ ആളുകൾ, ആ തെറ്റിപ്പോയ ആളുകൾ അവർ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അല്ല ആ അറിയപ്പെട്ടതും അവർ സ്വീകരിച്ച പേരും. ശിഷ്യന്മാരെന്നും വിശുദ്ധന്മാരെന്നും വിശ്വാസികൾ എന്നൊക്കെയായിരുന്നു അവർ പരസ്പരം അവർ സ്വയം പറഞ്ഞിരുന്നത് അവരെക്കുറിച്ച്. പിന്നീട് അന്ത്യോക്യയിലുള്ള ജനങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ട് ഗ്രീക്ക് അഥവാ യവന ഭാഷയിൽ ക്രിസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് അവരെ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാൻ തുടങ്ങിയെന്നാണ്. മസീഹ് ഈസ അഥവാ യേശു ക്രിസ്തു എന്ന പേരിനോട് ബന്ധപ്പെട്ട ഒരു പേരാണ് ഇത്
എന്ന് മനസ്സിലാക്കിയ ഈ ഒരു വിഭാഗം പിന്നീട് ക്രിസ്ത്യൻസ് എന്ന പേര് സ്വീകരിക്കുകയും ക്രിസ്താബ്ദം 150 ശേഷമാണ് ക്രമേണ ഈ പേര് പ്രസിദ്ധമായി തീരുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ ക്രൈസ്തവർ എഴുതിയ വേദപുസ്തക നിഘണ്ടു വരെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും നമ്മുടെ വിഷയം നസ്വാറാക്കൾ എന്ന പേരുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ നസ്വാറാക്കളിൽ അള്ളാഹുവിലും പ്രവാചകന്മാരിലും വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥത്തിലൂടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞപ്പോൾ, ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇത്തരം ആളുകൾ ആദ്യം അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിലും പിന്നീട് ഖുർആനിലും വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 53, 54 ആയത്തുകളിലായി വേദക്കാരെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സലാസത്തുൻ ലഹും അജ്റാൻ, 3 വിഭാഗം ആളുകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. റജുലുൻ മിൻ അഹ്ലിൽ കിതാബി ആമന ബിനബിയ്യി വ ആമന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരാൾ തന്റെ പ്രവാചകനിലും പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച അഹ്ലുൽ കിതാബുകാരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിലും പ്രവാചകന്മാരിലും വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന സത്യവിശ്വാസികളായ നസ്വാറാക്കളുടെ കാര്യമാണ് സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്വാറാക്കൾ എന്ന് പറഞ്ഞതിൽ താല്പര്യപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ നസ്വാറാക്കളോ സാബികളോ ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇനി സഹോദരങ്ങളെ, ഈ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശേഷിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.